Welcome to the future. Got to blast off, yeah, you could call me Super. Man, I'm an icon. Elon's tutor. Clips in the game like my middle name is Luna. Hop in the cruiser, yeah, we taking off. Now you heard the rumors. Yes, I got the sauce. A true needle mover. I never took a loss in this game. I'm the ruler. Yes, I am the boss. Nothing's gonna be the same. Nothing's gonna be the same. Nothing's gonna be the same. Everything's about to change. It's evolution. Everything's about to change. It's evolution. It's evolution. Everything's about to change.
കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇത്രയും ദയുള്ള മാതാവേ, നാമീയ സമേതമായി ഓടി വന്നു നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചതിൽ ഒരുവനെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല. കന്യകാമേ, എൻ്റെ അമ്മേ, ജീവിതമായ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട നേതൃപാദത്തിങ്കൽ ഞാൻ ഓടി വരുന്നു. നൽകിയപ്പെട്ട് കണ്ണുനീർ ചിന്തി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്നു. അവരിച്ച വചനത്തിൽ മാതാവേ, തായെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയളമയായി കേട്ടറിയണമേ. ജന്മഭാവമില്ലാതെ ഭവിച്ച വിശ്വാസമറിയമേ, ഭാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതമായി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയ മാതൃകുമാരനോട് പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ ഭവിച്ച ഭാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതമായി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയ മാതൃകുമാരനോട് പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ ഭവിച്ച വിശ്വാസമറിയമേ, നിന്റെ സങ്കേതമായി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയ മാതൃകുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പരിശുദ്ധ പരമ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് home where my heart is full. Oh, where I don't feel away or cold. I see the color, color, color through their eyes. Joy of little, little, little things in life. I can't fight, fight, fight up in the sky. Joy of little, little, little things in life. When do we right? All feels right. It's waking up to tea in my bed. When do we right? No troubles inside. Everything's at ease instead. When do we right? Time can fly. No matter how long
flight over the sky. The joy of little, little, little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I need another paradise. Cause 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 I need another paradise. എൻ്റെ കുടുംബങ്ങൾ തമ്മിലുള്ള സമ്മതമാണ് നമ്മളിൽ നടത്തുന്നത്. വിവാഹം എന്ന കുതാശയിൽ പഠിപ്പിക്കും. നമുക്ക് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു സമ്മത അറിയിക്കുന്ന ചടങ്ങ് അതിനായിട്ട് ദൈവാനുഗ്രഹത്തെ പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഖസ്നാ ഞങ്ങളുടെ പിതാവേ കുടുംബത്തിന് രൂപം നൽകുവാനായിട്ട് എസിയെയും അത് ക്ഷണിച്ചതിനോട് നന്ദി പറയുന്നു. ഇന്ന് സമ്മതം അറിയിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തമ്മിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനും ഈ വിവാഹം എന്ന കൂതാശയിൽ മക്കൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹം പങ്കുവയ്ക്കുവാനും നമ്മുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഘോഷങ്ങളെ വിശദീകരിക്കുവാനും അനുഗ്രഹിക്കണമേ. എന്നും ഈ മക്കളെ അനുഗ്രഹിക്കുകയും കൃപയാൽ നൽകുകയും ചെയ്യണമേ. അവരൊരു കുടുംബത്തിൽ രൂപം നൽകിക്കൊണ്ട് ഫ്രെഡറിക്കും ജെസിയെയും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷ്യമായി നിങ്ങൾ അനുഗ്രഹിക്കണം. എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുപറയണം. It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാതെ നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങിനിയൻ ജീവിതം. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there, go. ഞാൻ ഒഴുകും തിരയിൽ തലോടി
അറിയാതെ ഉലകം പകരാൻ എന്തിനു തമ്മിലേ സംഗമം സംഗമം കാലമേ കാലമേ പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവതാരി നീ ആരാധനാകും അറിയാമോ പിറാക്കളെ ഇന്നിയ ജീവിതം പുതിയൊരു മാറി ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനവും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാമ്പലൻ നീയാകും എന്നും എൻ ലോകം
തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തു നിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ. നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ മീട്ടി. തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ. പൂപോലെ ചുണ്ടിൽ തേനൂറും നിന്നുള്ളിൽ സ്നേഹസ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ. അവയിലൊഴുകുമഴകി നിലകൾ ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള നുരകളിളകും ഗാനരസന തഴുകിയൊഴുകവേ നീയും ഞാനും ഉണ്ടോ. എന്നോമൽ പെണ്ണെ തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ. അത്രമേൽ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ നീട്ടി. நான் போகும் பாதையெங்கிலும் மௌனம் நிலைத்த நெஞ்சிலும் கனாவில் எந்தன் காதல் கொண்டு வா. நான் செல்லும் தூரம் நீளினும் காலம் கலைந்து போயினும் நிலாவை போலே வானம் எங்கும் வா. காத்திருப்பேன் இன்னுயிரே உன்னை சேர காலமீறி காதல் சேருமே என் நெஞ்சம் மீதிலே உன் கணம்
just breathing and staying alive. All that I feel is a fire inside. I have outrun it. It's a new dawn, it's a new day. Some things are different, but nothing has changed. Still got my number, still got my name. Tell everybody I'm back in the game. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇത്രയും ദയുള്ള മാതാവേ, സഹായം അപേക്ഷിച്ചതിൽ ഒരുവനെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചമേ. ജീവിതമായ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ ഓടി വരുന്നു. എഴുതിയിൽപ്പെട്ട് കണ്ണീർ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് സമൂഹത്ത് നിർത്തുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, പിതാവിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദൈവമയായി കേട്ടത് ജന്മമാവമേ സങ്കേതമായി ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലെ
ഞങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ ഭാവികളുടെ സങ്കേതമേ, സങ്കേതമായി ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. അറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ വിശുദ്ധമറിയമേ, ഞാനിന്റെ സങ്കേതമായി ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അറിവായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമാധികാരിയായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരിയായിരിക്കും നേരവും ആരാധന. തെളിയുന്നു, വേദി ഉയരുന്നു, കാൽവരിയാഗമിതാ ഒരുങ്ങുന്നു. ഹൃദയം ഉണരുന്നു, സ്തുതികൾ പാടുന്നു, സ്വർഗത്തിൻ സമയമിതാണയുന്നു. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട്
രാജേഷ് അച്ഛൻ, സൈജു അച്ഛൻ, പ്രിയ സന്യസ്തരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കൾ, ഇന്ന് വിശുദ്ധമായ വിവാഹമെന്ന കൂദാശയിൽ ഒന്നുചേരുന്ന ഫ്രെഡറിക് ഫ്രാൻസിസ് കെസിയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ഇന്നലെ വരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഇന്ന് ഒരു പുതിയ കുടുംബത്തിന് നിങ്ങൾ രൂപം നൽകുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹത്തിൻ്റെ രാത്രിയിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൽ ലഭിച്ചതുകൊണ്ടാണ് അവർ ആത്മാർത്ഥമായി ദൈവത്തിന് ഒരുമിച്ചിരുന്നു കൊണ്ട് അവരുടെ മുറിയിലായിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത്. കൊച്ചു തോബിയാസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ ദൈവമേ, ഞാൻ സാറായെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ് എന്ന്. രണ്ട് വ്യക്തികൾ ചേർന്ന ഒരു കുടുംബത്തിന് രൂപം നൽകുമ്പോൾ ഏറ്റവും പ്രധാനവും ആയിട്ട് വേണ്ട കാര്യം അത് പരസ്പര സ്നേഹം തന്നെയാണ്. പരസ്പര സ്നേഹത്തിലാണ് ഒരു കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഈശോയുടെ തിരുപ്പിറവി തിരുനാൾ ആഘോഷിച്ചു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശ നമ്മൾ പരികർമ്മം ചെയ്യുന്നത്. തിരുകുടുംബത്തെ പോലെ ആയി തീരണം എന്നുള്ളതാണ്. കാരണം രണ്ടുപേർക്കും കുറവുകളുണ്ടായിരുന്നു. ദൈവം പ്രത്യേകമായി വിശുദ്ധ യോസേപ്പ് പിതാവിനെയും പരിശുദ്ധ കന്യകമറിയത്തെയും വിളിച്ച് ചേർത്തതാണ്. രണ്ടുപേരുടെയും കുറവുകൾക്കപ്പുറത്ത് രണ്ടുപേരും കണ്ടെത്തിയത് അവരവരുടെ ഗുണങ്ങളെ കുറിച്ചായിരുന്നു. കാരണം തെല്ല് പരാതികളോ പരിഭവങ്ങളോ ഒരുപാടൊക്കെ ദൈവത്തിന് മുൻപിൽ പറയാമായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ തിരുഹിതം തങ്ങളിൽ നിറവേറണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അവർ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. ദൈവം എന്താണോ അവരുടെ പാത്രത്തിലേക്ക് വിളമ്പി നൽകിയത്, അത് ദുഃഖമാകട്ടെ, സഹനമാകട്ടെ, ദുഃഖത്തിൻ്റെ വാർത്തകളാകട്ടെ, അതൊക്കെയും ഒരു പരിഭവവും പരാതിയും കൂടാതെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് പ്രത്യേകതകളും കാലത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ വലിയ ആഘോഷമായി ഓരോ വിവാഹവും നടത്തും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഒരുങ്ങുകയും ചെയ്യും, ബാഹ്യമായും ആത്മീയമായും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെയും അങ്ങനെ ഊതിപ്പെരുപ്പിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കുടുംബജീവിതത്തിന്, ആ ജീവിതയാത്രയിൽ ചിലപ്പോൾ മുറിവുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെയും പരിശുദ്ധ മറിയത്തെ പോലെയും ആയിത്തീരണം എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ എപ്പോഴും ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്നും പരിപൂർണരായിട്ടുള്ള മനുഷ്യരല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. എന്നാൽ ആ കുറവുകളിലേക്ക് മാത്രം നോക്കി പരാതിപ്പെടുന്നതിന് അപ്പുറത്തേക്ക് ജീവിത പങ്കാളിയുടെ നന്മകൾ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമ്പോൾ അനുഭവിക്കുന്ന ആത്മീയാനന്ദം അത്രമാത്രം വലുതാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതത്തിന് ഏറ്റവും മാതൃകയായി നിൽക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതം തന്നെയായിരിക്കും. ഇത്രയും വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അവർ തമ്മിൽ കാണിക്കുന്ന വിശ്വസ്തതയും അവർ തമ്മിലുമുള്ള സ്നേഹമാണ്. പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അതൊന്നും മറ്റാരും അറിയരുത് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും? മക്കളുടെ മുമ്പിൽ അതൊന്നും പ്രകടിപ്പിക്കാതെ അവർ പരസ്പരം ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള വലിയ മാതൃക എന്ന് പറയുന്നത്. അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരായ ഞങ്ങളും സന്യസ്തരും നിങ്ങളുടെ മാതാപിതാക്കളും കുടുംബ അംഗങ്ങളും ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്.
സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ലോകത്തിൻ പാവനി നന്ദാവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനി നന്ദാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. സത്യസ്വരൂപൻ പിതാവേ, നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായി യേശുവേ. പരിപാവൻ
പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളൊന്ന് ശ്രമിക്കുകയും അങ്ങേ ദാസനായ ഫ്രെഡറിക്കിന്റെയും ക്രിസിയുടെയും മേലമേ കൃപാക്കാരുടെ കുറവ് വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിച്ച് ജീവിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തിന് പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവിടെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ നമുക്കും പരസ്പരം സ്നേഹിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസ്യർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ?
അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയും സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോടാം ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏകശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടെല്ലാം ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചതാണ്. ഇപ്പോഴാകട്ടെ പ്രത്യേക ആശയം നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ഫ്രെഡറിക്, കെസിയ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്നും വാഗ്ദാനം ഫ്രെഡറിക്, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ ഏർപ്പെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ്വരം നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ഈ താലിയും മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ആമേൻ. ദൈവമേ, പ്രസാദഫലത്തിൻ്റെ അടയാളമായി മന്ത്രം കൂടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ വിമുഖമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളും.
എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊണ്ട് തിരുസഭയും സർവ്വകൃതയെ വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹം നിർമ്മിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങേ പ്രിയ മക്കളെ തൃക്കൺ പാർക്കണമേ. സുഖത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാൻ വേണ്ട കൃപാവരങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും
കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ കൂദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തു പാലിക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവിന്റെ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ജനവുമാ അങ്ങ് ഒരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യം വഴി ഇവരെ അങ്ങ് വീണ്ടെടുക്കുകയും ചെയ്തു. ദൈവിക പ്രകൃതിയിൽ പങ്കുകാരാക്കുകയും സ്വകീയ മഹത്വത്തിൽ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് നൽകുന്നു. ആകയാൽ ആമോദവായ്പോടെ വാഴുവാൻ സ്വർഗീയ ഗായകർ, മാലാഖമാർ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ആദ്യ ഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ്
പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പിഴകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാതിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ കോളാറ്റങ്ങളുടെ ശൈലിമിത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടും അത് സഭയെ എന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ നാട്ടമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം
മാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവതി ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ ഉപവൽക്കൃതരായി നിർഭയം നമുക്ക് ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതന്ത്രോധം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. ഈ അൾത്താരയെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കുവാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസനായ ഫ്രെഡറിക്കിന്റെയും കെസിയുടെയും മേൽ അങ്ങേ വലതുകരം കനിവാർ നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്തുവാനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിൽ അംഗങ്ങളാക്കി സജ്ജരാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ കെസിയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും കൃത്യമായ അവതാരത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ ദാസനായ ഫ്രെഡറിക്കിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിന്റെയും കരുതലുള്ള പിതാവിന്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ.
പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന് അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്നവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ രക്ഷകന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരക്തവും എന്നെ നിത്യ ജീവനായി സംരക്ഷിക്കും. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയാൽ ഒന്നായി തീർന്നവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമമാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.
വീശിടുക കുളിർത്തിന്നൽ സത്യമാണാളാ നീതി ഞാൻ നാഥ ഞാൻ നിൻ മണവാട്ടി നീയാണിൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം ഒരു നാളും പിരിയാതിൻ പാതകൾ തോറും ദീപമായി പ്രിയമോടിൻ ചാരേ നീ ഒന്നണയാനായി കാത്തു ഞാൻ അരികിലായി നീ വന്നു ചേർന്നാൽ പാടിടാം ഞാനോ ശാന ഉദാശ സ്വീകരിച്ചു, വിവാഹം ഉദാശ സ്വീകരിച്ചു. ആ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മളെ ഇവിടെ ആയിരിക്കുക. കെസിയായ ഫ്രെഡറിക്കിനോട് ഒരു 3 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളാണ്, 3 വാക്കുകൾ. അതിനുമുമ്പ് ഫ്രെഡറിക്കിനോട് കെസിയോട് ഒരു ചോദ്യം: എന്തിനാ കല്യാണം കഴിക്കുന്നത്? സ്നേഹിക്കാൻ വേണ്ടി കല്യാണം കഴിക്കും, വേറൊന്നുമില്ല കേട്ടോ. പ്രേമിക്കാൻ വേണ്ടി കല്യാണം കഴിക്കും, സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത്, വേറൊരു കാര്യമില്ല. എല്ലാം കഴിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അത് സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഫ്രാൻസിസ് പാപ്പ 3 വാക്കുകൾ യുവത പിള്ളേരെ കണ്ടപ്പോൾ ഒരു യുവാവ് ചോദിച്ചു, ഞങ്ങളുടെ കുടുംബജീവിതം പത്രമാകാൻ എങ്ങനെയാണ്? അത് പിന്നീട് പാപ്പ പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാണ് പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 3 വാക്ക് എല്ലാ ദിവസവും പറയണം. 1 താങ്ക്സ്, നന്ദി. 2 പ്ലീസ്, ദയവായി. 3 സോറി. ഈ 3 വാക്ക് പറയാത്ത കാര്യങ്ങൾ മലയാളികൾ പറയാറുണ്ടോ? ഇനി പറയുന്നു, താങ്ക്സ്, പ്ലീസ്, സോറി. ഈ 3 വാക്ക് എല്ലാ ദിവസവും പറയണം. ദയവായി ചായ തരും, സാരി മേടിച്ചിരുന്ന താങ്ക്സ് പറയണം. അപ്പോൾ ഈ 3 വാക്കുകൾ മനസ്സിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ മന്ത്രം പങ്കുവെച്ച് സന്തോഷം നമുക്ക് എല്ലാവരും പങ്കുവയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്നേഹിതാവായ ദൈവമേ, ഈ മക്കളെ അങ്ങ് ആസ്വദിക്കണം. അവളുടെ സ്നേഹത്തിന് സാക്ഷ്യമായിട്ടുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ കുടുംബാൻ പോകുന്ന കേക്കിനെയും പകരാൻ പോകുന്ന വീഞ്ഞിനെയും അങ്ങ് ആസ്വദിക്കണമേ. ഇവ സൂചിപ്പിക്കുന്ന മാധുര്യവും വീര്യവും ഹൃദയത്തിലുണ്ടാകാറുണ്ട്. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല.
തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ. പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. ചേമന്തിച്ചേലം കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേൻ പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. Majapa. Da. Hey, ready now, Party coming. What the? ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ. ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. ചുണ്ടരി ചന്തവും കൊണ്ടുപോരാം, നല്ല ഡോലടിത്താളമുള്ള മുത്തണിക്കൂടിനുള്ളിൽ ഈരടിത്തുണ്ട് തേടാം. ചിരിച്ചമ്പകച്ചോപ്പ് കണ്ട് കുഞ്ഞരി പ്രാവ് മുട്ടമതി മറന്നൊന്നു പാടാം. പ്രാവേ മാറിൽ ചൂടുണ്ടോ, മാനൻ മുത്തും പൂവൽ ചുണ്ടിൽ തേനും കൂടുണ്ടോ. മാനേ മയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ, മാടപ്പത്തെ നീ എന്നുള്ളിൽ പാടാൻ പോരില്ലേ. മധുരം കോമാലപ്രായം മനസ്സിൽ കല്യാണക്കോലം, ഇനിയും വൈകാനത്തെ നീയും ഞാനും പൊന്നാനും പ്രാവേ.
പ്രായം വന്നാൽ മാറിപ്പോവില്ലേ മണക്കത്തെ നീ എന്നുള്ളിൽ പാടാൻ പോരില്ലേ മധുരം കോമാരപ്രായം മനസ്സിൽ കല്യാണക്കോലം ഇനിയും വൈകാനും നീയും ഞാനും പൊന്നാരം പ്രാവേ രമല രമ അല്ല രമല രമ അല്ല രമല രമ അല്ല രമല രമ അല്ല ಮಾಣಿನಂಗರೆ ವಿರಜಪೇಟ ಡೊಂಡುಗಯ್ಯ ಮಾಣಿನಂಗರೆ ಓಳುಳ್ಳಾರ ಮಾಣಿನಂಗರೆ ಮೈಸೂರುಪೇಟ ಡೊಂಡುಗಯ್ಯ ಮಾಣಿನಂಗರೆ ತಂಗಾಟಿ ಗುಮರಿನಂಗರೆ ತಂಗಾಟಿ ಮಾಣಿನಂಗರೆ ಮಾಣಿನಗರ ತಂಗಾಟಿ ಮತ್ತೊಮ್ಮಲ ತಂಡೆ ಮಾಣಿನಗರ ತಂಗಾಟಿ ಮತ್ತೊಮ್ಮಲ ತಂಡೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲ ಕೊಂಡ ಮಾಣಿನಗರಕ್ಕೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲ ಕೊಂಡ ಚುಂಗಟಿ ನಗರಕ್ಕೆ ಆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲ ಕೊಂಡ ಮಾಣಿನಗರಕ್ಕೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲ ಕೊಂಡ ಚುಂಗಟಿ ನಗರಕ್ಕೆ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടെ പോരുകില്ലേ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ട
പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ ടെൻഷനടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം. You were the one that I found. Sola vanda sollite po. Why didn't you tell me enough? Sola vanda sollite po. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam naan sutta vendum. Faces with smiles all around. In the vahanam naan paakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ
കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയി